നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് നിങ്ങൾക്കായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. ക്വീൻ ഓഫ് വാൻഡ്സ്, ഫൂൾ, പേജ് ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, ലവേഴ്സ്, 2 ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് വാൻഡ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് പേജ് ഓഫ് വാൻഡ്സ്. മോർണിംഗ് തോട്ട്സിൽ മുഴുവൻ കമ്മ്യൂണിക്കേഷൻ, സംസാരം, നിങ്ങളെ കാണണം, എത്രയും പെട്ടെന്ന് നിങ്ങൾക്കായിട്ട് ഒരു ആക്ഷൻ എടുക്കണം, അതൊക്കെ തന്നെയാണ് കേട്ടോ. എന്തോ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് സംഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അവിടെ വെച്ച് നിങ്ങളെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ആയിരുന്നു അവർ കൂടുതലായും ഓർത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഒരു മീറ്റിംഗ് ആയിരിക്കാം, ഒരു കല്യാണമായിരിക്കാം, ഒരു ഇവൻറ്റ്, അങ്ങനെ അതായത് കുറച്ച് പേര് വരുന്ന ഒരു ഇവൻറ്റ്, അതിൽ നിങ്ങളെ കാണാൻ സാധിക്കും, അവിടെ വെച്ച് നിങ്ങളെ കാണാൻ സാധിക്കും, സംസാരിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഓർക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ മൊത്തം കുറച്ചൊരു ഹാപ്പി മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ അവർക്ക് സാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് അവർ ഓർക്കുകയായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ കൂടുതലായും വാട്ടർ ബോഡീസ് കൂടുതലുള്ള സ്ഥലത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക കേട്ടോ. അതായത് വെള്ളം കൂടുതലുള്ള കടൽ, കായൽ, അങ്ങനെയൊക്കെ, പുഴ, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഉള്ള ഒരാളായിരിക്കണം. ഓക്കെ, രണ്ടുപേരും തന്നെ ആയിരിക്കാൻ സാധ്യതയാണ്. അങ്ങനെ 2 കാർഡ്സ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവർക്ക് ഒരു അഭിമാനവും തോന്നാറുണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ ജോലിയിലൊക്കെ വളരെ പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരിക്കണം. നിങ്ങളുടെ പെരുമാറ്റം എല്ലാവരെയും ആകർഷിക്കാറുണ്ട്. നിങ്ങളെ കാണാൻ എല്ലാവർക്കും വളരെ ഒരു സൗന്ദര്യമുള്ള വ്യക്തിയാണെന്ന് എല്ലാവർക്കും തോന്നാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഇതൊരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയാണ്. അവരതിൽ ആകൃഷ്ടരാണ്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നല്ലോ എന്നൊരു ആ ഒരു അഭിമാനവും അവർക്കുണ്ട്. ഇത്രയും ആൾക്കാരിൽ നിങ്ങൾ അവരെയാണ് ചൂസ് ചെയ്തത് എന്നുള്ള ആ ഒരു ഫീലിംഗ് അവർക്ക് സന്തോഷം നൽകുന്നു. ഓക്കെ, അറ്റ് പ്രസൻറ്റ് ലോങ് ഡിസ്റ്റൻസിലാണ് 2 പേരും എന്നും കാണുന്നുണ്ട്. നിങ്ങൾക്കായി ഒരു ക്വിക്ക് ആക്ഷൻ, ഒരു സ്പീഡി ആക്ഷൻ നിങ്ങൾക്കായി എടുക്കണം എന്നും അവർ കരുതുന്നുണ്ട്. തമ്മിൽ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണം നിങ്ങൾക്ക് എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സംസാരിക്കണം, കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്യണം. റീയൂണിയൻ നടക്കുന്ന സമയത്ത്, തമ്മിൽ കാണുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നും അവർ കരുതുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. ആ സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് തന്നെയാണ് കൂടുതലായിട്ടും. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ നിങ്ങളുടെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മെസ്സേജസ് അയക്കാറുണ്ടായിരിക്കും, കോൾ ചെയ്യാറുണ്ടായിരിക്കും, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ട് കാണുന്നു. കുറച്ച് സമയം ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. അതിനെക്കുറിച്ച് തന്നെയാണ്, ആ ഇവൻറ്റിനെ കുറിച്ചാണ് അവർ കൂടുതലായും ചിന്തിക്കുന്നതായിട്ട് കാണുന്ന. ഒരു മീറ്റിംഗ് ആയിരിക്കാം, ഒരു കല്യാണമായിരിക്കാം, ബർത്ത്ഡേ പാർട്ടി, ഫ്രണ്ട്സിൻ്റെ മീറ്റപ്പ്, ഫ്രണ്ട്സ് റീയൂണിയൻ, അത് കോളേജ് സ്കൂൾ റീയൂണിയൻ, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ഹാപ്പി ഇവൻ്റാണ്. ഓഫീസിലുള്ളൊരു മീറ്റിംഗ് ആയിരിക്കാം. അങ്ങനെ ഒരു ഹാപ്പി ഇവൻ്റായിട്ടാണ് കാണുന്നത്.